സെപ്റ്റംബർ 28 ഞായറാഴ്ച. ലൂക്ക 16:19 മുതൽ 31 വരെ വാക്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ സുവിശേഷം ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറയുന്നു. ആഡംബരത്തിൽ മുഴുകിയ ഒരു ധനികൻ്റെ പടിവാതിൽക്കൽ കഷ്ടപ്പെടുന്ന ലാസറിൻ്റെയും ഈ ഉപമ രണ്ട് ജീവിതങ്ങളെ താരതമ്യം ചെയ്യുന്നു. അവരുടെ മരണശേഷം അവരുടെ അവസ്ഥ വിപരീതമായി മാറുന്നു. അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിന് ആശ്വാസം ലഭിക്കുന്നു. അതേസമയം ധനികൻ നരകത്തിൽ പീഡനം അനുഭവിക്കുന്നു. ഈ ഉപമ നീതി, കരുണ, ജീവിതത്തിലെ ഒരാളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ എന്നീ പ്രമേയങ്ങളെ എടുത്തു കാണിക്കുന്നു. ഈ ഉപമയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകളുമായി എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന 3 കഥാപാത്രങ്ങളുണ്ട്. ധനികൻ തനിക്ക് സഹായിക്കാൻ കഴിയുന്നവരെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന നിരവധി ശതകോടീശ്വരന്മാരിൽ ഒരാളായിരിക്കാം അദ്ദേഹം. അവരുടെ പടിവാതിൽക്കൽ കഷ്ടപ്പാടുകളെ അനുഭവിച്ച് കിടക്കുന്നവരെക്കുറിച്ച് അവർ അജ്ഞരാണ്. ലാസർ ദരിദ്രനും രോഗിയും വിശക്കുന്നവനുമായ ഭവനരഹിതനും അത്യാവശ്യക്കാരനുമായ ഏതൊരു വ്യക്തിയും ലാസറായിരിക്കാം. എല്ലാ പട്ടണങ്ങളിലും സഹായത്തിനായി കേഴുന്ന ഇത്തരക്കാരെ നിങ്ങൾ കണ്ടെത്തും. അബ്രാഹാം മരണാനന്തര ജീവിതത്തിൽ മാത്രമല്ല, ഇന്നത്തെ ലോകത്തിലും ദൈവിക നീതിയുടെയും കരുണയുടെയും സഹായവും മാർഗനിർദ്ദേശവും നൽകുന്ന നിരവധി പേരിൽ ഒരാളായിരിക്കാം അദ്ദേഹം. ലാസറിൻ്റെ കഷ്ടപ്പാടുകളോടുള്ള ധനികൻ്റെ നിസ്സംഗത സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു നിർണായകമായ ധാർമ്മിക പഠനത്തെ ചിത്രീകരിക്കുന്നു. ലാസറിനെ സഹായിക്കാൻ ധനികന് മാർഗമുണ്ടായിരുന്നു, പക്ഷേ അവനെ അവഗണിച്ചു. ഇത് ആവശ്യമുള്ളവരോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ ചുറ്റുമുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ഒരു ബോധമുണ്ടോ? അവരെ സഹായിക്കാൻ നാം എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടോ? ദരിദ്രരോടുള്ള നമ്മുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് ആരും കാണാത്തപ്പോൾ ഒന്ന് പരിശോധിക്കാൻ ഈ ഉപമ നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ഭൗമിക തിരഞ്ഞെടുപ്പുകളുടെ നിത്യമായ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലായി ഈ സുവിശേഷം വർത്തിക്കുന്നു. ധനികൻ്റെയും ലാസറിൻ്റെ ഉപമ 2 വ്യക്തികളെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല, പിന്നെയോ നാം ചെയ്യുന്ന തിരഞ്ഞെടുപ്പുകളുടെയും അവയുടെ നിത്യമായ പ്രത്യാഘാതങ്ങളുടെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരെക്കുറിച്ചുള്ളൊരു അവബോധം, അനുകമ്പ, നീതിയോടുള്ള പ്രതിബദ്ധത എന്നിവയോടെ ജീവിക്കാൻ ഈ ഉപമ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതി, വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത, സൗമ്യത എന്നിവയാൽ സവിശേഷതയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ലോകത്തിലെ താൽക്കാലിക ആനന്ദങ്ങളെ മറികടക്കുന്ന ഒരു വലിയ നേട്ടവും സംതൃപ്തിയും അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. എല്ലാവർക്കും വിശുദ്ധമായ ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.